നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ ചുങ്കത്ത് നിന്ന് കാണാതായ ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം കണ്ടെത്തിയത് കലയന്താനി ചെത്തിമറ്റത്തെ കാറ്ററിംഗ് ഗോഡൌണിലെ മാൻഹോളിൽ നിന്ന്. ബിജുവിൻ്റേത് കൊലപാതകമാണെന്ന് പോലീസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം പുതുതായി രൂപീകരിച്ച മേൽനോട്ട സമിതി മുല്ലപ്പെരിയാർ അണക്കെട്ട് സന്ദർശിച്ചു. പുതിയ സമിതി രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ സന്ദർശനമാണ് നടന്നത്. അണക്കെട്ടിൽ പരിശോധന നടത്തിയത് ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അധ്യക്ഷനായ 7-അംഗ സമിതി. വാഗമൺ അന്താരാഷ്ട്ര ടോപ്പ് ലാൻഡിംഗ് ആക്കുറസി കപ്പ് പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. സാഹസിക ടൂറിസത്തിന്റെ ഹബ്ബായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി. വാഗമണിനെ കേരളത്തിലെ പാരാഗ്ലൈഡിംഗ് ഡെസ്റ്റിനേഷനാക്കി മാറ്റുമെന്നും മുഹമ്മദ് റിയാസ്. ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി നിർവഹണത്തെ തടസ്സപ്പെടുത്തിയ വികസന വിരുദ്ധ നിലപാടിനെതിരെ CPM 25-ാം തീയതി ജില്ലയിലെ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ ബഹുജന ധർണ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി CV വർഗീസ്. പദ്ധതി നിർവഹണം പൂർത്തിയാക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇടുക്കിയിൽ നിർമ്മാണ രംഗം പൂർണ്ണ സ്തംഭനത്തിലേക്ക് നീങ്ങുകയാണെന്നും നേതാക്കൾ. വിശദമായ വാർത്തകൾ. തൊടുപുഴ ചുങ്കത്ത് നിന്ന് കാണാതായ ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തി. കലയന്താനി ചെത്തിമറ്റത്തെ കാറ്ററിംഗ് ഗോഡൌണിലെ മാൻഹോളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബിജുവിൻ്റേത് കൊലപാതകമാണെന്ന് പോലീസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. തൊടുപുഴ കലയന്താനിക്ക് സമീപം ചെത്തിമറ്റത്താണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. തൊടുപുഴ ചുങ്കം മുളയിങ്കൽ ബിജു ജോസഫിനെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ബിജുവിന്റെ ബിസിനസ് പങ്കാളിയായ ദേവമാതാ കേറ്ററിംഗ് സ്ഥാപന ഉടമ കലയന്താനി തേക്കുംകാട്ടിൽ ജോമോൻ ജോസഫ്, കൊട്ടേഷൻ സംഘാംഗങ്ങളായ എറണാകുളം ഇടമനക്കാട് പള്ളത്ത മുഹമ്മദ് അസ്ലം, കണ്ണൂർ ചെറുപുഴ കളരിക്കൽ ജോമിൻ കുര്യൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ നേരിട്ട് ഇടപെട്ടിട്ടുള്ള കാപ്പാക്കേസ് പ്രതിയായ ആഷിഖ് ജോൺസണെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. എന്നാൽ അന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. ജോമോനെ ആലുവയിൽ നിന്നും മറ്റു 2 പ്രതികളെ എറണാകുളത്തു നിന്നുമാണ് പിടികൂടിയത്. പിടികൂടിയതെന്ന് ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് പറഞ്ഞു. ഇവര് തമ്മിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ വന്നിട്ടുണ്ട്. ഈ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു വർഷം പ്രകാരം അവർ അന്ന് രാവിലെ ഇയാളെ കിഡ്നാപ്പ് ചെയ്തതായിട്ടും വണ്ടിയിൽ വെച്ചിട്ട് തന്നെ മർദ്ദിച്ചതായിട്ടാണ് മനസ്സിലാവുന്നത്. വണ്ടിയിൽ വെച്ചിട്ട് ആൾ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം അവിടെ ആ ഗോഡൌണിൽ പോയിട്ട് ബോഡി ഡിസ്പോസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ മനസ്സിലാവുന്നത്. അല്ല, ഇതുവരെ ഉള്ളതിൽ മനസ്സിലായിട്ടില്ല. അത് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ നടന്നു വരികയാണ്. അത്ര ബേസിക്കലി ഈ മരിച്ച ആളുടെ ഇഷ്യൂസും മറ്റുമൊക്കെ പറ്റി വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ടായി. അപ്പോൾ കൂടുതലും ഈ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ ഒരുപാടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടാണ് ഇതിനെപ്പറ്റി ഇതിലേക്ക് കൂടുതൽ. വ്യാഴാഴ്ച രാവിലെ മുതലാണ് ബിജുവിനെ കാണാതായത്. തുടർന്ന് കഴിഞ്ഞ ദിവസം ഭാര്യ മഞ്ജു തൊടുപുഴ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. ജോമോന്റെ ഡ്രൈവർ കൂടിയായ ജോമിനിലൂടെയാണ് ഇത്തവണത്തെ കൊട്ടേഷൻ ടീമിലേക്ക് എത്തിയത്. കാറിനുള്ളിൽ വെച്ച് മർദ്ദിക്കുകയും ശബ്ദം പുറത്തുവരാതിരിക്കാൻ ബിജുവിന്റെ കഴുത്തിനെ ചവിട്ടിപ്പിടിക്കുകയും ചെയ്തു. ഇതോടെ ബിജു മരിക്കുകയായിരുന്നു. തുടർന്ന് മാലിന്യക്കുഴിയുടെ മാൻഹോളിൽ മൃതദേഹം പ്രതികൾ ഒളിപ്പിച്ചു. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഏറെ ശ്രമകരമായാണ് മൃതദേഹം പുറത്തെടുത്തത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം പുതുതായി രൂപീകരിച്ച മേൽനോട്ട സമിതി മുല്ലപ്പെരിയാർ അണക്കെട്ട് സന്ദർശിച്ചു. പുതിയ സമിതി രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ സന്ദർശനമാണ് നടന്നത്. ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അധ്യക്ഷനായ 7-അംഗ സമിതിയാണ് അണക്കെട്ടിൽ പരിശോധന നടത്തിയത്. ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അധ്യക്ഷനായ 7-അംഗ സമിതിയാണ് അണക്കെട്ടിൽ പരിശോധന നടത്തിയത്. കേരള, തമിഴ്നാട് സർക്കാരുകളുടെ പ്രതിനിധികളും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിലെ ഗവേഷണ ഉദ്യോഗസ്ഥനും ഡൽഹിയിലെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥനും സംഘത്തിൽ അംഗങ്ങളായി ഉണ്ട്. കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പും കാലവർഷ സമയത്തും അണക്കെട്ടിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തേണ്ടത് നിലവിലെ സമിതിയാണ്. തേക്കടിയിലെത്തിയ സംഘം ബോട്ട് മാർഗമാണ് അണക്കെട്ടിലെത്തിയത്. ബേബി ഡാം സന്ദർശിക്കുകയും ഷട്ടറുകൾ ഉയർത്തി പരിശോധിക്കുകയും ചെയ്തു. തിരിച്ചെത്തിയ സംഘം കുമളിയിൽ യോഗം ചേർന്നു. സാഹസിക ടൂറിസത്തിന്റെ ഹബ്ബായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വാഗമൺ അന്താരാഷ്ട്ര ടോപ്പ് ലാൻഡിംഗ് ആക്കുറസി കപ്പ് പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാഗമണിനെ കേരളത്തിലെ പാരാഗ്ലൈഡിംഗ് ഡെസ്റ്റിനേഷനാക്കി മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. വാഗമണിനെ കേരളത്തിലെ പാരാഗ്ലൈഡിംഗ് ഡെസ്റ്റിനേഷനാക്കി മാറ്റും.
ഇതിനായുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേരള അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിക്ക് എല്ലാവിധ പിന്തുണയും നൽകും. ടൂറിസം രംഗത്ത് കോവിഡിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റികളിൽ ഒന്നാണ് സാഹസിക ടൂറിസം. ഇത്തരം കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമാക്കിയെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുകയാണ്. ഭാവിയിൽ സാഹസിക ടൂറിസത്തിന് വലിയ സാധ്യതകളാണ് ഉള്ളതെന്ന് പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇതിന് അനുയോജ്യമായ നാടാണ് കേരളം. കടലുകൾ, മലയോര മേഖലകൾ, ബീച്ചുകൾ, ഇടനാടുകൾ തുടങ്ങിയവയെല്ലാം സാഹസിക ടൂറിസത്തിന് പ്രകൃതിദത്തമായ വേദികളാണ്. അതിനാലാണ് സാഹസിക ടൂറിസത്തിന്റെ സാധ്യതകളെ ഫലപ്രദമായി വിനിയോഗിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. അപ്പോൾ ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ്. അഡ്വഞ്ചർ സ്പോർട്സിൻ്റെ പല ഇനങ്ങളും സ്വയം അനുഭവിച്ചറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. ആകാശത്തുള്ളത് പ്രത്യേകിച്ച് പാരാഗ്ലൈഡിംഗ് ഒന്ന് അനുഭവിക്കണമെന്ന് കുറേ ആയിട്ട് കരുതിയാണ്. ഇതാണെങ്കിൽ 3500 അടി ഉയരമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും സാധ്യതയുള്ളതും വൺ ഓഫ് ദി ബെസ്റ്റുമാണ് വാഗമണിലെ ഈ പാരാഗ്ലൈഡിംഗ്. ഇതിൻ്റെ പ്രത്യേകത വളരെ കൂൾ ക്ലൈമറ്റാണ്, വളരെ തണുത്ത കാറ്റ്. താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കാണാം. മൂന്നാർ കാണാം, ഇടുക്കി ഡാം കാണാം, അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെ ഭാഗം കാണാം, ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു വല്ലാത്ത അനുഭവമാണ് പൊതുവേ ഉണ്ടായിട്ടുള്ളത്. സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പാരാഗ്ലൈഡിങ്ങിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി വാഗമൺ മാറുമ്പോൾ കൂടുതൽ ആളുകൾ വരാൻ കാരണമാകും. ഇത് 3500 അടി ഉയരത്തിലൊക്കെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും പേടിയുള്ള ആളുകൾ ദയവേത് വരരുത്. പക്ഷേ ഇത് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വരണം. അത് നല്ല എക്സ്പീരിയൻസ് ആണ്. അതൊന്ന് അനുഭവിക്കാനും ഒന്ന് ടൂറിസ്റ്റ് കേന്ദ്രത്തെ ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്യാനും കൂടുതൽ ആളുകൾക്കിടയിൽ ഇത് എത്തിക്കാനുമാണ് ഇങ്ങനെ ഒരു താല്പര്യം എടുത്തത്. എന്തായാലും വലിയൊരു അനുഭവമാണുള്ളത്. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്നിവയുടെ സഹകരണത്തോടെയും അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് സംഘടനയുടെയും എയ്റോ ക്ലബ് ഓഫ് ഇന്ത്യയുടെയും സാങ്കേതിക സഹായത്തോടെയുമാണ് വാഗമൺ ഇന്റർനാഷണൽ ടോപ്പ് ലാൻഡിംഗ് ആക്യുറസി കപ്പ് സംഘടിപ്പിച്ചത്. വാഴൂർ സോമൻ MLA പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരിച്ചൻ നീറനാക്കുന്നേൽ, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് OV ജോസഫ്, ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ തോമസ്, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള ടൂറിസത്തിന്റെ പൊന്മുട്ടയിടുന്ന താറാവാണ് ഇടുക്കി എന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പീരുമേട് സർക്കാർ ഗസ്റ്റ് ഹൗസിന്റെ നവീകരണവും ഇക്കോ ലോഡ്ജ് ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കിക്ക് ടൂറിസം രംഗത്ത് കൂടുതൽ മികവ് പുലർത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് സർക്കാരെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളെ വികസിപ്പിക്കുന്നതിനുള്ള സമഗ്ര ഇടപെടലാണ് സർക്കാർ നടത്തുന്നത്. മികച്ച റോഡുകളും ആതിഥേയ മികവും നിരവധി സഞ്ചാരികളെ ഇടുക്കിയിലേക്ക് ആകർഷിക്കുന്നു. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം ഏറ്റവും അധികം സഞ്ചാരികൾ എത്തുന്നത് ഇടുക്കിയിലും വയനാട്ടിലുമാണ്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകൾ, അതിഥി മന്ദിരങ്ങൾ, വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവ കൂടുതൽ മികച്ചതാക്കും. വയനാട്ടിലെയും ഇടുക്കിയിലെയും ടൂറിസം വികസന പദ്ധതികൾക്ക് വലിയ ശ്രദ്ധയാണ് സർക്കാർ നൽകി വരുന്നത്. ഇടുക്കിയിലെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വനംവകുപ്പുമായുള്ള ചർച്ചയിലൂടെ പരിഹരിക്കും. മാർച്ച് 24-ാം തീയതി തിങ്കളാഴ്ച MLAയ്ക്കൊപ്പം വനംവകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. വിദേശ സഞ്ചാരികൾ കോവിഡിന് ശേഷം പൊതുവെ മെല്ലെയാണ് പഴയ എണ്ണത്തിലേക്ക് എത്തുന്നതെങ്കിൽ ഇടുക്കി ജില്ലയുടെ സർവകാല റെക്കോർഡ് വിദേശ സഞ്ചാരികളായിക്കഴിഞ്ഞു. മൂന്നാർ പോലുള്ള ഇടങ്ങളിൽ, ഇടുക്കിയിലെ പീരുമേട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഒട്ടേറെ വിദേശ സഞ്ചാരികൾ കടന്നു വരുന്നു. വിദേശ സഞ്ചാരികൾക്ക് കേരളം പ്രിയപ്പെട്ടതായി മാറാൻ കാരണങ്ങളിലൊന്ന് കേരളത്തിൻ്റെ ആതിഥേയ മര്യാദയാണ്, ജനങ്ങളുടെ ആതിഥേയ മര്യാദയാണ്. വരുന്ന വിദേശ സഞ്ചാരികൾക്കും മറ്റ് സഞ്ചാരികൾക്കും സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ഇക്കോ ലോഡ്ജും റെസ്റ്റ് ഹൗസ് നവീകരണവും ഹോം സ്റ്റേകളുടെ ഹോം പദ്ധതി, ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഹോം പദ്ധതിയും, അതുപോലെ തന്നെ PWD റെസ്റ്റ് ഹൗസുകൾ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചതും ഒക്കെയായി നിരവധി ഇടപെടലുകൾ ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങി. കോവിഡ് സമയത്ത് ഞങ്ങൾ ഇതിൽ കേന്ദ്രീകരിച്ച് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചതിൻ്റെ ഫലം 2021 നടത്തിയ ചില തീരുമാനങ്ങൾ 2025 വലിയ നിലയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. നേരത്തെ 2016 മുതലുള്ള ഇടതുപക്ഷ സർക്കാരുകൾ ഈ തുടർച്ചയായി 2 സർക്കാരും നടത്തിയ ഇടപെടലുകളും പൊതുവെ ഇടുക്കി പോലൊരു ജില്ലയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. നല്ല റോഡുകളാണ്. പഴയ റോഡുകൾ ഈ മേഖലയിലുള്ള അവസ്ഥ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. നല്ല റോഡുകളായി മാറി. ആ റോഡുകൾ ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത് അരിക്കൊമ്പനിലൂടെയാണ്. അരിക്കൊമ്പനാണ് കേരളത്തിലെ റോഡുകളുടെ ബ്രാൻഡ് അംബാസഡറുമായി മാറിയത്. അതിനും ഇടുക്കിയാണ് സാക്ഷ്യം വഹിച്ചത്. പിന്നെ ഒരുപാട് സിനിമകളിൽ ഈ ഇടുക്കി ജില്ലയിലെ റോഡുകൾ കൂടുതൽ ആളുകൾ അറിയുന്ന സ്ഥിതി ഉണ്ടായി.
എറണാകുളത്ത് ഫ്ലൈറ്റ് ഇറങ്ങി നെടുമ്പാശ്ശേരിയിൽ നിന്നും നേരത്തെ ഇടുക്കിയിലേക്ക് വരാനുള്ള പ്രയാസം ആലോചിച്ച് പല സഞ്ചാരികളും വരാറില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ മികച്ച റോഡുകളായി മാറി. റോഡുകൾ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായ ഒരു എനർജി നൽകുന്ന സ്ഥിതിയാണ്. പത്തനംതിട്ട ഗവി വാഗമൺ തേക്കടി ഇക്കോ ടൂറിസം സർക്യൂട്ട് വികസനത്തിന്റെ ഭാഗമായി 5.05 കോടി രൂപ ഭരണാനുമതി നൽകിയതിന്റെ ഭാഗമായാണ് ഇക്കോ ലോഡ്ജ് പൂർത്തീകരിച്ചിരിക്കുന്നത്. 12 മുറികൾ ഉൾപ്പെടുന്ന 2 ബ്ലോക്കുകൾ, അടുക്കള, ഡൈനിംഗ് ഹാൾ എന്നിവയാണ് പദ്ധതിയിലുള്ളത്. ചുവരുകൾ, തറകൾ, സീലിംഗ് മുതലായവ ശുദ്ധമായ തേക്ക് തടിയിൽ നിർമ്മിച്ചിരിക്കുന്നു. 6 കോടി രൂപ ചിലവിലാണ് ഇക്കോ ലോഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. പരിപാടിയിൽ വാഴൂർ സോമൻ MLA അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറണാക്കുന്നേൽ, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് OV ജോസഫ്, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KT ബിനു, SP രാജേന്ദ്രൻ, പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ദിനേശൻ, കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി സെബാസ്റ്റ്യൻ, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ, കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോളി ഡൊമിനിക് തുടങ്ങിയവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി നിർവഹണത്തെ തടസ്സപ്പെടുത്തിയ വികസന വിരുദ്ധ നിലപാടിനെതിരെ CPM 25 തീയതി വൈകിട്ട് 4-ന് ജില്ലയിലെ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ ബഹുജന ധർണ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി CB വർഗീസ് കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പദ്ധതി നിർവഹണം പൂർത്തിയാകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇടുക്കിയിൽ നിർമ്മാണ രംഗം പൂർണ്ണ സ്തംഭനത്തിലേക്ക് നീങ്ങുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. അപ്രഖ്യാപിത നിർമ്മാണ നിരോധനം പിൻവലിക്കുക, നിർമ്മാണ സാമഗ്രികളുടെ ദൗർലഭ്യം പരിഹരിക്കുക, കപട പരിസ്ഥിതി ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് തിരിച്ചറിയുക, ലൈഫ് ഭവന പദ്ധതിക്ക് റവന്യൂ വകുപ്പിന്റെ NOC വേണമെന്ന ഉത്തരവ് പിൻവലിക്കുക, ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റികൾ കൃത്യമായി ചേരുക, ഭൂമി പതിവ് ചട്ടം ഉടൻ രൂപീകരിച്ച് നടപ്പാക്കുക, ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് വന്യജീവികളെ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുക, ഭരണനിർവഹണ അതോറിറ്റി നിർദ്ദേശങ്ങളിന്മേൽ ശാസ്ത്രീയ പഠനം നടത്തി പുനർനിർണയിക്കുക, കേന്ദ്ര വന്യജീവി നിയമം കാലോചിതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിക്കുന്നത്. കപട പരിസ്ഥിതിവാദികളും ഉദ്യോഗസ്ഥരും ഒത്തുചേർന്നുകൊണ്ട് ഇടുക്കി ജില്ലയെ ബോധപൂർവമായി അന്ധകാരത്തിന്റെ അന്തരീക്ഷത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ നീക്കങ്ങൾ നടത്തി. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേരളത്തെ ആകെ ബാധിക്കുന്ന വിധിയാണ് പുറപ്പെടുവിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണ നിരോധന മേഖല മാറ്റുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങളെല്ലാം സംസ്ഥാന ഗവൺമെന്റ് പാസ്സാക്കി. ഇപ്പോ നമ്മുടെ ജില്ലയിലെ പാസ് കൊടുത്ത് അംഗീകൃതമായി വരുന്ന വാഹനങ്ങൾ പോലും ജില്ലാ ഭരണകൂടം നേരിട്ട് കസ്റ്റഡിയിലെടുത്ത് ദിവസങ്ങളോളം സൂക്ഷിക്കുന്നു. ഏതെങ്കിലും കാരണങ്ങൾ ഉള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല, മാധ്യമപ്രവർത്തകരായ നിങ്ങളുടെ എല്ലാ ശ്രദ്ധയിലുള്ള കാര്യമാണ്, ഞാനത് വിശദീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു ഭീതിജനകമായ അന്തരീക്ഷം ഇടുക്കി ജില്ലയിലുണ്ടാക്കുക, അതുകൊണ്ട് നിർമ്മാണ നിരോധന സാമഗ്രികൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കണം, പ്രധാനമായി കരുതുന്നതാണ്. മറ്റ് ഏത് ജില്ലയിലെയും പോലെ ഇടുക്കിയിലെ ജനങ്ങൾക്കും ജീവിക്കുന്നതിനുള്ള അവകാശങ്ങളും ഉണ്ട്. പരിസ്ഥിതി ലോബികളും ഉദ്യോഗസ്ഥരും UDF നേതൃത്വവും നടത്തിയ കോടതി വ്യവഹാരങ്ങളിലൂടെ നേടിയ ഉത്തരവുകളുടെ മറവിലാണ് ജില്ലയിലാകെ നിർമ്മാണ നിരോധനമെന്ന പ്രതീതി സൃഷ്ടിക്കുന്നത്. ജില്ലയുടെ മലയോര മേഖലയിൽ ഒരിടത്തും ഖനനാനുമതി നൽകാത്തതിനാൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവരുന്നത്. ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിക്കുന്ന വീടിന് പോലും തറകെട്ടാൻ 1 ലോഡ് കല്ലിന് 20,000 രൂപ വരെ നൽകേണ്ടി വരുന്നു. അതിനിടെ കളക്ടറും റവന്യൂ ഉദ്യോഗസ്ഥരും നിർമ്മാണ സാമഗ്രികളുമായി വരുന്ന വാഹനങ്ങൾ ഒരു കാരണവുമില്ലാതെ പിടിച്ചെടുക്കുകയാണ്. മുതിർന്ന ഉദ്യോഗസ്ഥർ കപട പരിസ്ഥിതി ലോബികൾക്കൊപ്പം നിന്ന് ഇടുക്കിയിലെ മലയോര ജനതയെ നിർബന്ധിത കുടിയിറക്കിന് പ്രേരിപ്പിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം VR സജി, കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് എന്നിവരും പങ്കെടുത്തു. രാജാക്കാട് പന്നിയാർകുട്ടിയിൽ വീടിന്റെ പൂട്ടുപൊളിച്ച് 8 ലക്ഷം രൂപ മോഷ്ടിച്ചതായി പരാതി. കഴിഞ്ഞ 19-ാം തീയതിയാണ് മോഷണം നടന്നത്. പന്നിയാർകുട്ടി തെക്കേതിൽ സജീവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ 19-ാം തീയതിയാണ് മോഷണം നടന്നത്. പന്നിയാർകുട്ടി തെക്കേതിൽ സജീവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ പിൻഭാഗത്തുള്ള ഇരുമ്പ് വാതിലിന്റെ താഴെ തകർത്താണ് മോഷ്ടാവ് ഉള്ളിൽ പ്രവേശിച്ചത്. തുടർന്ന് മേശയ്ക്കുള്ളിൽ നിന്നും അലമാരിയുടെ താക്കോലെടുത്ത് ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന പണം അപഹരിക്കുകയായിരുന്നു. വീട്ടിൽ CCTV ക്യാമറയുടെ ദിശ മാറ്റി തിരിച്ചുവച്ച ശേഷമാണ് കൃത്യം നടത്തിയത്. തോട്ടം തൊഴിലാളിയായ ഭാര്യയെ വിളിക്കാൻ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം പന്നിയാർകുട്ടിക്ക് പോകുന്ന വിവരം വ്യക്തമായി അറിയാവുന്നവരാണ് മോഷണത്തിന് പിന്നിലെന്ന് സംശയമുണ്ടെന്ന് വീട്ടുടമ പറഞ്ഞു. തന്നെയുമല്ല, എൻ്റെ വീടിന്റെ 4 മൂലയ്ക്കും ക്യാമറയുണ്ട്, CCTV ക്യാമറ വെച്ചിട്ടുണ്ട്.
ആ ക്യാമറ കട്ടിങ് വഴി വന്നിറങ്ങിയിട്ട് ഒരു ക്യാമറ ഡയറക്ഷൻ കിട്ടാത്ത രീതിയിൽ ഇവൻ തിരിച്ചിട്ടാണ് അതിനകത്ത് കയറിയിരിക്കുന്നത്. പൂട്ട് തകർക്കുകയാണ് ചെയ്ത്. താഴെ അടിച്ചു തകർക്കുകയും രണ്ടാമത്തെ കതക്, അടുക്കളയുടെ കതക് തകർത്ത് അലമാരയെല്ലാം തുറന്നു, താക്കോലെടുത്തു. അതേപടി പൂട്ടി, പണം എടുത്തു കഴിഞ്ഞപ്പോൾ പൂട്ടി അതിനകത്ത് തന്നെ താക്കോല് ഇട്ടിട്ടും പോയി. ബുധനാഴ്ച സജീവ് വീട്ടിൽ നിന്ന് പോയി 15 മിനിറ്റിനുള്ളിൽ പ്രതി മോഷണത്തിനായി പിൻഭാഗത്തുകൂടി വീട്ടിലെത്തിയതായാണ് വിവരം. സജീവും ഭാര്യയും മാത്രമാണ് ഇപ്പോൾ വീട്ടിൽ താമസിക്കുന്നത്. മകൻ 2 വർഷമായി വിദേശത്ത് ജോലി ചെയ്യുകയാണ്. കേരള ബാങ്കിൽ കുടിശ്ശികയുള്ള വായ്പാ തുക തിരിച്ചടയ്ക്കുവാനായി സ്വരൂപിച്ചു വെച്ച തുകയാണ് പ്രതി മോഷ്ടിച്ചത്. പരാതിയെ തുടർന്ന് രാജാക്കാട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇയാളെ വിട്ടയച്ചു. ഇടുക്കിയിൽ നിന്ന് പോലീസ് നായയും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പന്നിയാർകുട്ടി മേഖലയിൽ അടുത്ത നാടുകളിലായി മോഷണങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. 12 വയസ്സുള്ള ആൺകുട്ടിക്ക് മദ്യം നൽകിയ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വണ്ടിപ്പെരിയാർ മ്ലാമല സ്വദേശി പ്രിയങ്കയാണ് പീരുമേട് പോലീസിന്റെ പിടിയിലായത്. കട്ടൻ ചായയാണെന്ന് വിശ്വസിപ്പിച്ച് നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചു എന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം പ്രിയങ്കയുടെ വീട്ടിൽ വെച്ചാണ് മദ്യം നൽകിയത്. മയങ്ങി വീണ കുട്ടി ഏറെ നേരം കഴിഞ്ഞ് അവശനായി വീട്ടിലെത്തിയതോടെ മാതാപിതാക്കൾ വിവരം അന്വേഷിച്ചപ്പോഴാണ് മദ്യം നൽകിയത് പ്രിയങ്കയാണെന്നറിയുന്നത്. തുടർന്ന് വീട്ടുകാർ പീരുമേട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്ത് പ്രിയങ്കയെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി. ജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവുമില്ലാത്ത ഭരണമാണ് കട്ടപ്പന നഗരസഭയിലേതെന്ന ആരോപണവുമായി BJP കൗൺസിലർമാർ. കൗൺസിൽ യോഗത്തിന്റെ മിനിറ്റ്സ് കൗൺസിലർമാർക്ക് ലഭ്യമാക്കാൻ അധികൃതർ താമസം വരുത്തുകയാണ്. തണലിടം പദ്ധതിയിൽ വ്യാപക ക്രമക്കേടുകളുണ്ടെന്നും BJP കൗൺസിലർ തങ്കച്ചൻ പുരയിടം ആരോപിച്ചു. കട്ടപ്പന നഗരസഭയുടെ ഭരണത്തിനെതിരെയാണ് BJP കൗൺസിലർമാർ രംഗത്ത് വന്നിരിക്കുന്നത്. 6-ാം തീയതി നടന്ന കൗൺസിൽ യോഗത്തിന്റെ മിനിറ്റ്സ് ആഴ്ചകൾ കഴിഞ്ഞാണ് ലഭ്യമാക്കിയത്. മിനിറ്റ്സ് കൗൺസിലർമാർ ആവശ്യപ്പെട്ടെങ്കിൽ 24 മണിക്കൂറിനകം ലഭ്യമാക്കണമെന്ന ചട്ടം നിലനിൽക്കിയാണ് 15ഓളം ദിവസങ്ങൾ കഴിഞ്ഞ് നൽകിയത്. അതിനിടയിൽ 15-ാം തീയതി നടന്ന കൗൺസിലിലും കൗൺസിലർമാർ മിനിറ്റ്സ് ആവശ്യപ്പെട്ടിരുന്നു. കൗൺസിൽ അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ കാലതാമസം വരുത്തിയിരിക്കുന്നത്. ലഭിച്ച അജണ്ട പരിശോധിച്ചപ്പോൾ ഇക്കാര്യം വ്യക്തമാവുകയും ചെയ്തു. സംഭവത്തിൽ ഭരണപക്ഷവും നഗരസഭാ സെക്രട്ടറിയും പരസ്പരം പഴിചാരി തലയൂരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതിൽ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് നഗരസഭ BJP കൗൺസിലർ തങ്കച്ചൻ പുരയിടം പറഞ്ഞു. അപ്പം അതിൻ്റെ കാരണം മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഇന്ന് നമുക്കറിയാം ജനങ്ങൾക്ക് ഫലപ്രദമായ ഒരു ഭരണമല്ല ഇന്ന് നടക്കുന്നത്. ഈ മിനിറ്റ്സിൻ്റെ അകത്ത് തന്നെ കൗൺസിലിൽ വരാത്ത കാര്യങ്ങൾ, കൗൺസിൽ അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി ചേർത്തു എന്നാണ് ചെയർപേഴ്സൺ 15-ാം തീയതി കൂടിയ കൗൺസിൽ ഞങ്ങളോട് പറഞ്ഞത്. സെക്രട്ടറി എഴുതി ചേർത്തു എന്നാണ്. ഞാൻ സെക്രട്ടറിയോട് ചോദിച്ചപ്പം സെക്രട്ടറി ഇന്നലത്തെ കൗൺസിലിൻ്റെ സെക്രട്ടറി അത് നിഷേധിക്കുകയും, എന്നാൽ ഞങ്ങൾ മിനിറ്റ്സിൻ്റെ കോപ്പി വാങ്ങിയപ്പോൾ അതിൻ്റെ അകത്ത് ഞങ്ങൾ പിന്നെ ഈ 15-ാമത്തെ അജണ്ട ഷോപ്പിംഗ് കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡോർ സ്റ്റേഡിയം ഷോപ്പിംഗ് കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ അകത്ത് കൗൺസിൽ പറഞ്ഞ കാര്യങ്ങളല്ല എഴുതി ചേർത്തിരിക്കുന്നത്. അതിന് ശക്തമായ എതിർപ്പ് ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ പരാതിയായിട്ട് മുന്നോട്ട് പോകും. ഇവിടെ ഇൻഡോർ സ്റ്റേഡിയം കട്ടപ്പന വരുന്നതിന് നമുക്ക് യാതൊരു എതിർപ്പില്ല. ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിന് ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഉള്ളവർക്കും എതിർപ്പില്ല. പക്ഷേ ഇതിൻ്റെ അകത്തെല്ലാം ഒരുപാട് പിന്നെ അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ നടന്ന കൗൺസിലിൽ ഇവിടെ തണലിടം പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് 35 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ഹൗസിംഗ് ബോർഡിൻ്റെ സ്ഥലമാണ്. ഇതിൽ ഒരു റോഡുണ്ട്. ഈ റോഡിൻ്റെ സൈഡിൽ 35 ലക്ഷം രൂപയുടെ എന്തൊക്കെയോ പദ്ധതി തയ്യാറാക്കാനാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ഭരണപക്ഷത്തെ ഒരു ഭാഗം തന്നെ അഭിപ്രായമായിട്ട് വന്നത്. എന്നാൽ ഒരു ഭാഗം ഇന്നലത്തെ കൗൺസിലിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. തണലിടം പദ്ധതി നടപ്പിലാക്കാനായി ലക്ഷ്യമിട്ടിരിക്കുന്ന കട്ടപ്പന ബൈപ്പാസ് റോഡിലെ സ്ഥലം ഹൗസിംഗ് ബോർഡിന്റെ കൈവശമാണുള്ളത്. മുൻ ചിന്തകളില്ലാതെ അനാവശ്യമായിട്ടാണ് 35 ലക്ഷം രൂപ പദ്ധതിക്കായി വെച്ചിരിക്കുന്നത്. നിർമ്മിക്കാൻ അനുയോജ്യമായ മറ്റൊരു സ്ഥലം കണ്ടെത്തണമെന്ന കൗൺസിലർമാരുടെ അഭിപ്രായം നിരാകരിക്കുകയാണ്. ഇതെല്ലാം നഗരസഭ സെക്രട്ടറിയുടെ മൗന അനുവാദത്തോടെ നടക്കുന്ന അഴിമതിക്ക് ഉദാഹരണങ്ങളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ 2025-26 സാമ്പത്തിക വർഷ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 30.24 കോടി രൂപ വരവും 29.85 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് റജി മുക്കാട്ടാണ് അവതരിപ്പിച്ചത്. ഭവന, ആരോഗ്യ, ശുചിത്വ മേഖലയ്ക്കൊപ്പം കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് ബഡ്ജറ്റ്. 2025-26 സാമ്പത്തിക വർഷം 29,7,69,000 രൂപ വരവും മുൻവർഷ നീക്കിയിരിപ്പായ 1,16,98,780 രൂപയും ചേർത്ത 30,24,67,780 രൂപ വരവും
29,85,23,500 രൂപ ചിലവും 39,44,280 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് റജി മുക്കാട്ട് അവതരിപ്പിച്ചത്. ഭവനം, ആരോഗ്യം, ശുചിത്വ മേഖലയ്ക്കൊപ്പം കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ഓപ്പണിംഗ് ബാലൻസായി 1,16,90,880 രൂപയും 25-26 സാമ്പത്തിക വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ വരവ് 29,769,69,000 രൂപയും അടങ്ങുന്ന അത് രണ്ടും കൂടി ഓപ്പണിംഗ് ബാലൻസും ഈ വർഷത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വരവും കൂടി ചേർത്തുള്ള 30 കോടിയിലധികം വരുന്ന പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർഷത്തെ വരവ് നമ്മൾ കണക്കാക്കി ബഡ്ജറ്റ് അവതരിപ്പിക്കുക. 30,24,67,780 രൂപയുടെ അടങ്കൽ വരുന്ന ബഡ്ജറ്റ്. അതിൽ നമ്മൾ ചെലവ് പ്രതീക്ഷിക്കുന്നത് 29,85,23,500 രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനു ജോസ് പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി ഇൻചാർജ് നജീം എച്ച്, ഹെഡ് ക്ലാർക്ക് സജികുമാർ, അക്കൗണ്ടന്റ് ബിനോയി, ലെനിൻ രാജേന്ദ്രൻ, ഡോക്ടർ ഹുസ്ന, ഡോക്ടർ കെസിയ, VO ജിജിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിന് സമീപം പോപ്സ് എസ്റ്റേറ്റിന്റെ 1 ഏക്കറോളം സ്ഥലം സാമൂഹ്യവിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചതായി പരാതി. ഒരാഴ്ചക്കിടയിൽ പോപ്സ് എസ്റ്റേറ്റിന്റെ വിവിധ പ്രദേശങ്ങളിലായി 6ഓളം സ്ഥലങ്ങളിലാണ് സാമൂഹ്യവിരുദ്ധർ തീയിട്ടത്. നൂറുകണക്കിന് വിദ്യാർത്ഥികളും പ്രദേശവാസികളും കടന്നുപോകുന്ന വഴിയോട് ചേർന്ന പ്രദേശത്താണ് സാമൂഹിക വിരുദ്ധർ തീയിട്ടത്. തീയിട്ട സ്ഥലത്തോട് ചേർന്നാണ് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളും സ്ഥിതി ചെയ്യുന്നത്. ഒരാഴ്ചക്കിടയിൽ പോപ്സ് എസ്റ്റേറ്റിന്റെ വിവിധ പ്രദേശങ്ങളിലായി 6ഓളം സ്ഥലങ്ങളിലാണ് സാമൂഹിക വിരുദ്ധർ തീയിട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. பொதுவாக இருக்கிற பொதுமக்களும் இங்கே வந்து நிறைய பேர் தண்ணி அடிச்சுட்டு இங்கே தீ வச்சுட்டு போயிடுறாங்க. இது வந்து 5ஆவது தடவை ஆச்சு. பக்கத்தில் UPS ஸ்கூல் இருக்குது. அது பக்கத்தில் இது பண்ணால் 10,000 பிள்ளைங்க படிக்கிற ஸ்கூலு. அதில் பிள்ளைங்கள்லாம் இந்த வழி தான் நடந்து போவாங்க. அதில் இப்படி தீ வச்சு விட்டால் பிள்ளைகளுக்கும் பாதிப்பு உண்டாகும். அது இல்லாமல் இந்த எஸ்டேட்டுக்கும் ரொம்ப நஷ்டம் ஆகிப்போச்சு. 10-100 தேயிலைக்கு மேலே அம்புட்டு கரிஞ்சு போயிடுச்சு. இது வந்து நல்லதில் ഇത് പാസ് ചെയ്യണം. വേനൽക്കെടുത്തതോടെ തേയില കരിഞ്ഞുണങ്ങി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ പ്രദേശത്ത് സാമൂഹിക വിരുദ്ധ ശല്യം രൂക്ഷമാണെന്നും നാട്ടുകാർ പറഞ്ഞു. ബൈസൺ വാലി പഞ്ചായത്തിലെ ടീ കമ്പനിയിൽ മൃഗാശുപത്രിക്ക് സമീപം കൂട്ടിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം രംഗത്ത്. പ്രദേശത്ത് മിനി MCF സ്ഥാപിക്കാൻ നീക്കം നടക്കുന്നുവെങ്കിൽ അത് അംഗീകരിക്കാനാകില്ലെന്നും കോൺഗ്രസ് ബൈസൺ വാലി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തുപറമ്പിൽ പറഞ്ഞു. ബൈസൺ വാലി പഞ്ചായത്തിലെ ടീ കമ്പനിയിൽ മൃഗാശുപത്രിക്ക് സമീപം ജനവാസ മേഖലയിൽ പാതയോരത്താണ് പഞ്ചായത്ത് വലിയ തോതിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം കൂട്ടിയിട്ടിട്ടുള്ളത്. ചെറിയ തോതിൽ മാലിന്യം ശേഖരിച്ച ഇപ്പോൾ മാലിന്യത്തിന്റെ അളവ് വലിയ തോതിലായിട്ടുണ്ട്. ഇതാണ് പ്രദേശവാസികൾക്ക് തലവേദനയായിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ഇടപെടൽ നടത്തിയത്. കൂട്ടിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് കോൺഗ്രസ് ബൈസൺ വാലി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തുപറമ്പിൽ ആവശ്യപ്പെട്ടു. പ്രദേശത്ത് മിനി MCF സ്ഥാപിക്കാൻ നീക്കം നടക്കുന്നുവെങ്കിൽ അത് അംഗീകരിക്കാനാകില്ലെന്നും മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു. നിർമ്മിക്കുവാനുള്ള നീക്കം പഞ്ചായത്ത് ഭരണസമിതി അവസാനിപ്പിക്കണം. ഈ നിർമ്മാണം ഇവിടെ നടത്താനാണ് പഞ്ചായത്ത് ഭരണസമിതി ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോയാൽ അതിനെതിരെ ശക്തമായ സമരപരിപാടിയുമായി കോൺഗ്രസ് രംഗത്തുണ്ടാവും. ഒരു കാരണവശാലും ഇവിടെ ഇത്തരത്തിലുള്ള ഒരു യൂണിറ്റ് നിർമ്മിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകാൻ ഞങ്ങൾ നിർബന്ധിതരാകും. അതുകൊണ്ട് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ മാലിന്യം കൊണ്ട് കൂട്ടിയിട്ടിരിക്കുക. ആ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടി പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കണമെന്ന് ഈ അവസരത്തിൽ ബൈസൺ വാലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. മാലിന്യം നീക്കം ചെയ്യണമെന്ന ആവശ്യത്തോട് പഞ്ചായത്ത് മുഖം തിരിക്കുന്നുവെന്നാണ് സമീപവാസികളുടെ ആക്ഷേപം. ഈ മേഖലയിൽ നിരവധിയായ കുടുംബങ്ങൾ താമസക്കാരായുണ്ട്. ഇടയ്ക്ക് മാലിന്യക്കൂനയിൽ തീ പടർന്നതായും രൂക്ഷമായ പുകയും ദുർഗന്ധവും പടർന്നതോടെ കുഞ്ഞുകുട്ടികൾക്കടക്കം വീടുകളിൽ പ്രയാസം അനുഭവിച്ചതായും പരാതി ഉയരുന്നു. വേനൽക്കാലമായതിനാൽ ആരെങ്കിലും മാലിന്യത്തിൽ തീ പടർത്തിയാൽ അത് വലിയ പ്രതിസന്ധിയാകും. മഴ പെയ്യുന്നതോടെ ഈ മാലിന്യം സമീപത്തെ തോട്ടിലേക്ക് ഒഴുകിച്ചാടുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും പരാതിയുണ്ട്. സഹകരണ മേഖലയെ തകർക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ സഹകരണ ജനാധിപത്യ മുന്നണി പീരുമേട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരുമേട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുമ്പിൽ സഹകാരി ധർണ സംഘടിപ്പിച്ചു.
AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ധർണ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയിലെ ജനാധിപത്യത്തെ തകർക്കുന്ന സർക്കാർ നയം തിരുത്തുക, സഹകരണ മേഖലയിൽ വർദ്ധിപ്പിച്ച ഫീസ് നിരക്കുകൾ കുറയ്ക്കുക, സംഘം ഫണ്ട് തട്ടിയെടുക്കാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സഹകരണ ജനാധിപത്യ വേദി പീരുമേട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരുമേട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചത്. സഹകരണ ജനാധിപത്യ വേദി പീരുമേട് താലൂക്ക് ചെയർമാൻ M. ഉദയസൂര്യൻ അധ്യക്ഷനായിരുന്നു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി സമരം ഉദ്ഘാടനം ചെയ്തു. എല്ലാ സാമ്പത്തിക കാര്യങ്ങളും അറിയുന്നത് എന്നുള്ള അമിത അഹങ്കാരം കേരളത്തിലെ മുഖ്യമന്ത്രിക്കുള്ളത് കൊണ്ടും ആരും പറഞ്ഞ കാര്യം അദ്ദേഹം അംഗീകരിച്ചില്ല. അദ്ദേഹത്തിന്റെ പാർശ്വവർത്തികളായ ആളുകളും കേരളത്തിലെ സഹകരണ മേഖലയിൽ എങ്ങനെയാണ് തട്ടിപ്പ് നിയമാനുസൃതമായി നടത്താൻ കഴിയുന്ന സ്ഥാപിച്ചു തെളിയിച്ചിട്ടുള്ള കേരളത്തിലെ സഹകരണ മന്ത്രി C. വാസവനും അവരത് കേട്ടില്ല. ഇപ്പോൾ കാര്യം മനസ്സിലായിരിക്കുന്നു. കേരളത്തിലെ സഹകരണ മേഖലയിലുള്ള ഓരോ രൂപയുടെ പോലും നിക്ഷേപം കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾക്കോ കർഷകർക്കോ അതുപോലെ തന്നെ കേരളത്തിലെ ഗവൺമെന്റിനോ പ്രയോജനപ്പെടുത്താൻ കഴിയത്തില്ല. കാരണം കേരള ബാങ്ക് ഒരു ഷെഡ്യൂൾ ബാങ്കാണ്. ആ ഷെഡ്യൂൾ ബാങ്ക് RBIയുടെ നേതൃത്വത്തിലാണ്. RBIക്ക് വായ്പാ നിയമനത്തിൽ അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട്. ആ വായ്പാ നിയമനങ്ങൾ പാലിക്കാൻ കേരള ഗവൺമെന്റ് ബാധ്യസ്ഥമാണ്. കേരള ഗവൺമെന്റിന്റെ NDA കൂടുതലാണ്. കേരള ബാങ്കിൽ NBA എന്ന് പറയുന്നത് കുടിശ്ശിക നിലവാരം വളരെ കൂടുതലാണ്. ആ കുടിശ്ശിക നിലവാരം കുറച്ചു കൊണ്ടുവന്ന് ബാങ്കിനെ ലാഭത്തിലാക്കണമെന്നാണ് റിസർവ് ബാങ്ക് പറയുന്നത്. ലാഭത്തിലായിട്ട് പിന്നെ നിങ്ങൾ വായ്പ കൊടുക്കണമെന്നാണ് പറയുന്നത്. ലാഭത്തിലായിട്ട് വായ്പ കൊടുക്കാൻ കാത്തിരിക്കുന്നത് കൊണ്ട് ഇവിടെ റിക്കവറി മാത്രമേ ഉള്ളൂ, തിരിച്ചടവ് മാത്രമേ, തിരിച്ചുപിടിക്കൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ തന്നെ വായ്പാ മേഖല എന്ന് പറഞ്ഞത് നിർജ്ജീവമായി പോയി. DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സുരേഖ് തോമസ്, ഷാജി പൈനടത്ത്, R. ഗണേശൻ, KPCC അംഗം ഷാഹുൽ ഹമീദ്, റോബിൻ കാരക്കാട്ട്, ജോർജ് കൂറുമ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും ധർണയിൽ പങ്കെടുത്തു. ഇതര മതവിഭാഗങ്ങളോടുള്ള ആദരവും സ്നേഹവും നിലനിർത്തുന്നതിന്റെ ഭാഗമായി തടിയൻപാട് ശ്രീ മണികണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ തടിയമ്പാട് മുഹയുദ്ദീൻ ജുമാ മസ്ജിദിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് ബിജു വാസുദേവൻ, സെക്രട്ടറി മനുരാജ്, മുഹയുദ്ദീൻ പള്ളി ഇമാം അബ്ദുൽ അസീസ് മൗലവി, പ്രസിഡന്റ് KI അബ്ബാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇഫ്താർ സംഗമം ഒരുക്കിയത്. പുണ്യമാസത്തിലെ വ്രതാനുഷ്ഠാനങ്ങളുമായി സഹോദര സമുദായങ്ങൾ നീങ്ങുമ്പോൾ മുസ്ലിം സഹോദരങ്ങൾക്ക് ഐക്യദാർഢ്യ സൂചകമായാണ് തടിയമ്പാട് ശ്രീ മണികണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത്. തടിയമ്പാട് മുഹയുദ്ദീൻ ജുമാ മസ്ജിദ് അങ്കണത്തിൽ സംഘടിപ്പിച്ച വിരുന്ന് സൽക്കാരത്തിൽ പള്ളി കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്രം ഭാരവാഹികളും ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ഒക്കെ അവിസ്മരണീയമായ നാളുകളാണ് നോമ്പിന്റെ ഒരു മാസക്കാലമെന്ന് മുഹയുദ്ദീൻ ജുമാ മസ്ജിദ് ഇമാം അബ്ദുൽ അസീസ് മൗലവി പറഞ്ഞു. അള്ളാഹുവിനെ ഓർക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുക. വർഷത്തിൽ ഒരു മാസം അവൻ ചെയ്യുന്ന ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ തുടർന്നു വരുന്ന 11 മാസക്കാലം അവന്റെ ഹൃദയത്തിൽ ദൈവസ്മരണ നിലനിർത്തിക്കൊണ്ട് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും സാഹോദര്യത്തിലുമൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് ആർജിക്കുക എന്നുള്ളതാണ് വ്രതാനുഷ്ഠാനത്തിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഏതായാലും ഇന്നത്തെ ഈ വ്രതാനുഷ്ഠാനം അവസാനിപ്പിക്കുന്ന ഈ സമയത്ത് നോമ്പ് തുറക്കുന്നതിന്റെ ഭാഗമായി നോമ്പ് തുറക്കുന്ന വിഭവങ്ങളുമൊക്കെയായി നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേരുകയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഭക്ഷണവുമെല്ലാം എത്തിച്ചു തന്നുകൊണ്ട് ഈ ഇഫ്താറിൽ പങ്കുചേരുകയും ചെയ്തിരിക്കുകയാണ്. അവരെ എല്ലാവരെയും ഞാൻ ഈ സമയത്ത് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അവർ ഈ ഇഫ്താറിൽ പങ്കെടുത്തതിന് അവർക്ക് എല്ലാവിധ ആശംസകളും നന്ദികളും ഞാൻ അർപ്പിക്കുകയാണ്. സഹോദര സമുദായങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം എക്കാലവും നിലനിൽക്കുവാൻ ഇത്തരം ചടങ്ങുകൾ ഉപകരിക്കുമെന്ന് ശ്രീ മണികണ്ഠേശ്വര ക്ഷേത്രം പ്രസിഡന്റ് ബിജു വാസുദേവൻ പറഞ്ഞു. മതസൗഹാർദ്ദം ഊട്ടുറപ്പിക്കുക എന്നതിന്റെ ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും തന്നെ നമ്മുടെ സഹോദരങ്ങളാണ്. ബഷീറിന്റെ ആസി, ഇബ്രാഹിം, അതുപോലെ തന്നെ ഉസ്താദ്, ഞങ്ങൾ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തന്നെയാണ്. ഞങ്ങൾ ഓണത്തിനാണെങ്കിലും വിഷുവിനാണെങ്കിലും ഒക്കെ നമ്മൾ വളരെ നല്ല രീതിയിലുള്ള ഒരു സൗഹൃദമാണ് ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പം നമ്മുടെ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ കർമ്മങ്ങൾ ഉടനെ ഏറ്റവും ദിവസം നടത്തിക്കുകയാണ്. അന്നൊരു മതസൗഹാർദ്ദ സമ്മേളനം തന്നെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ക്ഷേത്രം മേൽശാന്തി സന്തോഷ് തിരുമേനി, സെക്രട്ടറി മനുരാജ്, കമ്മിറ്റി അംഗങ്ങളായ രവി, MN, അരുൺ റജുൻ, ശിവശങ്കരൻ എന്നിവരും പള്ളി കമ്മിറ്റി പ്രസിഡന്റ് KI അബ്ബാസ്, സെക്രട്ടറി സുബൈർ എന്നിവരും സംസാരിച്ചു.
മൂന്നാർ ഇക്കാനഗർ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പ്രദേശത്തെ പൊതുജല സ്രോതസ്സിൽ നിന്നാണ് കുടിവെള്ളം എത്തിക്കാൻ കുടുംബങ്ങൾക്ക് സൗകര്യമൊരുക്കിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ നിന്നും കാര്യക്ഷമമായി കുടിവെള്ളം ലഭിക്കുന്നില്ലെന്നും വിഷയത്തിൽ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ വേണമെന്നുമാണ് കുടുംബങ്ങളുടെ ആവശ്യം. വേനൽ കനത്തതോടെ മൂന്നാർ ഇക്കാനഗർ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ക്രമീകരിച്ച പൊതുജല സ്രോതസ്സിൽ നിന്നാണ് കുടുംബങ്ങൾക്കിവിടെ കുടിവെള്ളം മുമ്പ് ലഭ്യമായിരുന്നത്. ഈ കുടിവെള്ള സ്രോതസ്സിൽ നിന്നും കുടുംബങ്ങൾ ഹോസുകളും പൈപ്പുകളും സ്ഥാപിച്ച് വെള്ളമെടുക്കുകയായിരുന്നു. എന്നാൽ നിലവിൽ എല്ലാ കുടുംബങ്ങൾക്കും ഒരേപോലെ ഇവിടെ നിന്നും കുടിവെള്ളം ലഭിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. குடிக்கிறதுக்கு தண்ணி கிடையாது. நாங்க எதுவும் இந்த தண்ணியை வாரதுல திணி பிடிச்சாங்க நாங்க பலமாடிக்கிட்டு இருக்கோம். ஒரு வீட்டுக்கு அந்த வீட்டுல எல்லாம் 5 பேர் குளிக்கணும் வைக்கணும். தண்ணி இருக்கா போகிறதுக்கு? தண்ணி மழை வந்தா அங்கன பெரிய கிடக்கு. பாலவாடி பிள்ளைங்க எல்லாம் தான் போகுது அங்கனவாடிக்கு. பைக்குக போகுது, வண்டி அடிக்காங்க ராவும் பகலும். அப்போ இந்த தண்ணி பெரிய கிடக்கு. இதை ஒரு உதவி செய்ய வேண்டாமா? நாங்கள் கச்சராவுக்கு போகிறோமா சண்டைக்கு? இல்லைண்ணா அந்த புள்ள போக முடியுமா மேலே டாங்கிக்கு? இல்லைன்னா அந்த கிழவி போக முடியுமா? அந்த கிழவர் போக முடியுமா? அவங்களா போய் போட்டுக்கிடுதாங்க, அவங்களா பிடிச்சிக்கிடுதாங்க. எங்களுக்கு தண்ணியே கிடைக்கல. அதுக்குள்ள வசதியை பார்த்து கொடுங்க. ഈ പൊതു കുടിവെള്ള സ്രോതസ്സിൽ നിന്നും വെള്ളമെടുക്കുന്നതിന് ചെറിയ തുകയും കുടുംബങ്ങളിൽ നിന്നും ഈടാക്കുന്നുണ്ട്. കുടിവെള്ള വിതരണം ക്രമീകരിക്കുന്നതിനായി ഒരു ജീവനക്കാരനെയും നിയമിച്ചിട്ടുണ്ട്. എല്ലാ കുടുംബങ്ങൾക്കും ഒരേപോലെ കാര്യക്ഷമമായി കുടിവെള്ളം ലഭിക്കുവാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. ഉപ്പുതോട് മാക്കുമുക്ക് ഉദയ സിറ്റി റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധം ശക്തം. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിന്റെ അവസ്ഥ ജനങ്ങൾ അധികൃതരെ അറിയിച്ചിട്ടും ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വാത്തിക്കുടി പഞ്ചായത്തിലെ ഏറെ പ്രധാനപ്പെട്ട പാതകളിലൊന്നായ ഉപ്പുതോട് മാക്കുമുക്ക് റോഡ് തകർന്നിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാവശ്യപ്പെട്ട് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെ നിരവധി തവണ നാട്ടുകാർ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും റോഡിനായി ഇതുവരെ പണം അനുവദിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ജില്ലാ പഞ്ചായത്തിന് ഈ റോഡ് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ അതിനുശേഷം ജില്ലാ പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ത്രിതല പഞ്ചായത്തുകളോ ഒരു ഫണ്ടും ഈ റോഡിന് അനുവദിക്കാത്ത സ്ഥിതിയാണ്. ഈ വഴിക്ക് വിവിധ സ്കൂളുകളിലേക്കുള്ള സ്കൂൾ ബസ്സുകൾ എല്ലാ ദിവസവും പോകുന്നുണ്ട്. അതുകൂടാതെ കരിക്കുമേട് ദേവീക്ഷേത്രം, ഉപ്പുതോട് സെന്റ് ജോസഫ് ദേവാലയം, ഗവൺമെന്റ് ഹൈസ്കൂള്, ഉപ്പുതോട് ഗവൺമെന്റ് UP സ്കൂള്, ഇങ്ങനെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഈ പ്രദേശത്തെ ആളുകൾ, അതുകൂടാതെ ഉപ്പുതോട് യൂണിയൻ ബാങ്ക്, ആയുർവേദ ആശുപത്രി, മുരിക്കാശ്ശേരി പാവനാത്മ കോളേജ്, 16-ാം കണ്ടം ഗവൺമെന്റ് HS, ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് അതുപോലെ പോകുന്ന ആളുകൾ ഈ റോഡ് ശരിയാകാത്തതിന്റെ പേരിൽ വളരെ ബുദ്ധിമുട്ടുകയാണ്. ആശുപത്രി ആവശ്യങ്ങൾക്കായി ഒരു ഓട്ടോറിക്ഷ പോലും ഇതുവഴി കടന്നുവരാത്ത സാഹചര്യമാണ്. ജനപ്രതിനിധികൾ വിഷയത്തിൽ ഇടപെടണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. MP ആയിട്ടോ MLA ആയിട്ടോ ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും പുതിയ സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകുമായിരിക്കും. അതേസമയം പ്രളയ പുനർനിർമ്മാണ പ്രവർത്തികളിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ നീക്കിവെച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ടെൻഡർ ചെയ്തെങ്കിലും കരാർ ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വരാത്തതാണ് റോഡ് നിർമ്മാണം വൈകുന്നതെന്നാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം. പ്രധാനപ്പെട്ട വഴിയായ മാക്കുമുക്ക് ഉദയ സിറ്റി റോഡിന്റെ പൊളിഞ്ഞ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഇതിലെ ജനങ്ങൾക്ക് നടന്ന് ഇറങ്ങി പോകാൻ പോലും വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഫ്ലഡിന്റെ പദ്ധതിപ്പെടുത്തി ഫ്ലഡിന്റെ വർക്കിൽപ്പെടുത്തി ഒരു 10 ലക്ഷം രൂപ ഈ റോഡിന് അനുവദിച്ചിരുന്നതാണ്. പക്ഷേ ഫ്ലഡിന്റെ വർക്കായതുകൊണ്ടും മെറ്റീരിയൽസിന്റെ ഷോർട്ടേജ് കൊണ്ടുമൊക്കെ ഒരു കോൺട്രാക്ടർമാരും ഇതിന്റെ ടെൻഡർ എടുക്കാൻ തയ്യാറായില്ല. 2 പ്രാവശ്യം ടെൻഡർ ഇട്ട് ഇപ്പോൾ കൊട്ടേഷൻ ഇട്ടിട്ടുണ്ട്. പൈസ ബില്ല് സമയത്ത് മാറിക്കിട്ടുന്നില്ല എന്നൊരു കാര്യമാണ് അവർ ഇതിനൊരു കാരണമായിട്ട് പറയുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് ജനറൽ ബോഡി യോഗം നടന്നു. സംസ്ഥാന സെക്രട്ടറി KP ഹരീഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ബാബു PT യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. യൂണിറ്റ് സെക്രട്ടറി അനീഷ് AS റിപ്പോർട്ടും ട്രഷറർ മാത്യു തോമസ് കണക്കും അവതരിപ്പിച്ചു. KTPA സംസ്ഥാന സെക്രട്ടറി KP ഹരീഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. GST കൗൺസിലിന് ആവശ്യമായ നിവേദനങ്ങൾ നൽകുന്നതിനും സംസ്ഥാന ബഡ്ജറ്റുകൾക്ക് മുമ്പായി ബഡ്ജറ്റ് ചർച്ചകളിലെല്ലാം തന്നെ പങ്കെടുക്കുന്നതിനും നമ്മളുടെ പ്രതിനിധികൾക്ക് കഴിയാറുണ്ട്. എല്ലാ മാസവും നടത്തുന്ന ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർമാർ നടത്തുന്ന ഗ്രീവൻസ് മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് വ്യാപാരികൾക്കും അംഗങ്ങൾക്കും GSTയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ വിഷയങ്ങൾക്കും ആവശ്യമായ പരിഹാരം കാണുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നമ്മൾ യഥാസമയം നൽകുവാറുണ്ട്. ഇതെല്ലാം സംഘടനകൾക്കും അതുപോലെ തന്നെ വ്യാപാരികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ. അതോടൊപ്പം തന്നെ
ആവശ്യമായ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ അടക്കം സംസ്ഥാന ധനകാര്യമന്ത്രി അടക്കമുള്ള ആളുകളെ നേരിൽ കണ്ടുകൊണ്ട് നിവേദനങ്ങൾ സമർപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആവശ്യം ഉന്നയിക്കുന്നതിനും അംഗങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിനും ക്ഷേമനിധി അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ട സഹായങ്ങൾ സർക്കാരുകളിൽ നിന്ന് വേണമെന്നും സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് തോമസ് ടി ജെ മുഖ്യപ്രഭാഷണം നടത്തി. KTPA സംസ്ഥാന പ്രസിഡന്റ് PS ജോസഫ്, PS മുരളീധരൻ പിള്ള, അഭിലാഷ് AS, റിജി KK, ഡിജോസ് അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച സംഘടനാ പ്രവർത്തനം നടത്തിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. മുതൽ 27 വരെയുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. പ്രസിഡന്റായി അഭിലാഷ് ASനെയും സെക്രട്ടറിയായി ജിൻസ് വർഗീസിനെയും ഖജാൻചിയായി അനീഷ് P മണിയെയും വൈസ് പ്രസിഡന്റായി റിജി KKയെയും ജോയിന്റ് സെക്രട്ടറിയായി അഭിലാഷ് ATയെയും തെരഞ്ഞെടുത്തു. PS ജോസഫ്, തോമസ് TJ, അനീഷ് AS, ജിൽബി ജോസഫ് തുടങ്ങിയവരാണ് മറ്റു ഭാരവാഹികൾ. അയ്യപ്പൻകോവിൽ ചപ്പാത്ത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ റാലിയും സെമിനാറും പൊതുസമ്മേളനവും നടന്നു. കട്ടപ്പന DYSP VA നിഷാദ് മോൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യുവതലമുറയ്ക്കിടയിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. ഇവയിൽ നിന്നും യുവതലമുറയെ മോചിപ്പിക്കുക, അതുവഴി സമൂഹത്തെ നേർവഴിയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. സ്നേഹമാണ് ലഹരി, നാടിന്റെ നന്മയ്ക്കായി ഒന്നിക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തി ആരംഭിച്ച ബഹുജന റാലി ടൗണിൽ സമാപിച്ചു. തുടർന്ന് ഫ്ലാഷ് മോബും നടന്നു. കട്ടപ്പന DYSP VA നിഷാദ് മോൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഒരു ഭാഗം തന്നെയാണ് ഇതിന്. ഇന്ന് നമ്മുടെയൊക്കെ വീടുകൾ നമുക്കറിയാം, മാതാപിതാക്കളും മക്കളും തമ്മിലൊന്നും സംസാരമൊന്നുമില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാം, അമ്മമാർക്ക് തന്നെ അറിയാം. അവർക്ക് അവരവരുടേതായ ഒരു ലോകമാണ്. വീട്ടിലൊരു 4 പേരുണ്ടെങ്കിൽ 4 ലോകമാണല്ലേ? ശരിയല്ലേ? എങ്ങനെ? ഇതൊക്കെയാണ് നമ്മുടെ കുടുംബങ്ങളിലുണ്ടായ അന്തഛിദ്രത്തിൻ്റെ ഒക്കെ തുടക്കം അവിടുന്നാണ്. സംസാരമില്ല. എന്ത് സംഭവങ്ങളുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ മക്കളോടോ അല്ലെ ഭാര്യയ്ക്ക് ഭർത്താവിനോടോ ഭർത്താവിന് ഭാര്യയോടോ ഒന്നും ചോദിക്കാനുള്ള സമയമില്ല. നമുക്ക് നമ്മുടേതായ ലോകത്തിലേക്ക് നമ്മൾ അതിങ്ങനെ ആസ്വദിച്ച് പോവുകയാണ്. നമ്മുടെ മക്കളോട് ചോദിച്ചാൽ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അതല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ പക്ഷേ അറിയത്തില്ല. അവർ ആ സമയം ഏതെങ്കിലും ഒരു റീൽസ് മൊബൈൽ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവരതിലിങ്ങനെ ലയിച്ചിരിക്കുകയാണ്. അവർക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയത്തില്ല. എന്തൊക്കെയാണ് നടക്കുന്നതെന്നോ അല്ലെങ്കിൽ അവരെ ചെന്നുവിടാൻ പോകുന്ന ചതിക്കുഴികൾ എന്തൊക്കെയാണെന്നൊന്നും അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസൺ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി നൽകി. വിമുക്തി നോഡൽ ഓഫീസർ സാബുമോൻ MC ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ചപ്പാത്ത ജനകീയ സമിതി ചെയർമാൻ ഫാദർ സുരേഷ് ആന്റണി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ജനകീയ സമിതി കൺവീനർ V ബിനു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സവിതാ ബിനു, M വർഗീസ്, ഫാദർ ലൂക്കോസ്, മൗലവി റിയാസുദ്ദീൻ മനാനി, CJ ജോൺസൺ, രാജേന്ദ്രൻ മാരിയിൽ, CJ സ്റ്റീഫൻ, ഷാജി P ജോസഫ്, T ശിവൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ തലമുറയിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടിയ സാഹചര്യത്തിൽ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാർച്ച് 25-ന് ജനകീയ സദസ്സ് വിളിച്ചു ചേർക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ. ലഹരി ഉപയോഗവും വിൽപ്പനയുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ മേഖലകളിലുള്ളവരെ ഉൾപ്പെടുത്തി ജനകീയ സദസ്സ് ചേരുന്നത്. നമുക്ക് അമിതമായ ഒരു സംയുക്തമായ ഒരു ജനകീയ സമിതി വിളിച്ചു കൂട്ടിക്കൊണ്ട് എവിടെ കുട്ടികളുടെ മയക്കുമരുന്നിനോ മദ്യത്തിനോ കണ്ടു കഴിഞ്ഞാൽ പൊതുജനങ്ങൾ ഓപ്പണായി ഇറങ്ങിക്കൊണ്ട് അവർക്കതിന് നടപടിയെടുക്കുവാൻ വേണ്ടി ഉള്ളൊരു തീരുമാനം. ഈ തീരുമാനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്കും സമ്പൂർണ്ണ പിന്തുണ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ അതിനകത്ത് ഉണ്ടാകത്തില്ല. ആരുടെ മകനാണെങ്കിലും അല്ലെങ്കിൽ മകളാണെങ്കിലും മയക്കുമരുന്ന് അഡിക്റ്റായിട്ട് ഒരാൾ പിടിക്കപ്പെട്ടുള്ള ഒരു രാഷ്ട്രീയ ആളുകളുടെയും റെക്കമെൻഡേഷൻ ഉണ്ടാകാൻ പാടില്ലാതെ സമ്പൂർണ്ണമായി സ്വതന്ത്രമായി അവർക്ക് ഈ ആളുകളെ പിടിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം നൽകുക എന്നുള്ള ലക്ഷ്യമാണ്. അതൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഒരു വലിയ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക. എവിടെയെങ്കിലും സംശയാസ്പദമായ രീതിയിൽ കുട്ടികൾ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ മയക്കുമരുന്ന് അഭാവം കണ്ടെത്തുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ കൃത്യമായി തന്നെ അത് മെസ്സേജ് കൊടുക്കാനുള്ളൊരു സംവിധാനം, അവരെ പിടിക്കാനുള്ള സംവിധാനം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ കടന്നു വരുന്ന വാഹനങ്ങൾ, പണിക്കാർ വാഹനങ്ങൾ ഒരുപാട് കയറി വരുന്ന വാഹനങ്ങളിൽ കൃത്യമായി തമിഴ്നാട്ടിൽ നിന്നുള്ള ഗണേശ് പോലുള്ള തൊഴിൽ വെക്കുന്ന പുകയില ഐറ്റംസ് എല്ലാം കയറി വരുന്നുണ്ട്. അതെല്ലാം രഹസ്യമായിട്ട് കടകളിൽ വിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം കൃത്യമായ നിയന്ത്രണം നമ്മൾ നടത്തുവാൻ ഉള്ള ലക്ഷ്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 25-ാം തീയതി നടക്കുന്ന ഈ ജനകീയ സദസ്സിൽ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിന് സമ്പൂർണ്ണ മയക്കും മദ്യത്തിനും എതിരെ ഒരു മദ്യനിരോധന പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒന്നിച്ച് അണിചേരുകയാണ്. അതിനകത്ത് നിങ്ങളെല്ലാവരും പങ്കാളികളാകണം എന്ന് അറിയിക്കുകയാണ്.
കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ വയോജന നിയമസഹായ കൗൺസിലിംഗ് സെന്ററിന്റെയും ഭിന്നശേഷി നിയമസഹായ കൗൺസിലിംഗ് സെന്ററിന്റെയും പ്രവർത്തനം ആരംഭിച്ചു. സെന്ററുകളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ നിർവഹിച്ചു. പഞ്ചായത്തിലെ എല്ലാ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ആവശ്യമായ സൗജന്യ നിയമസഹായം ഉറപ്പുവരുത്തുന്നതിനും കൗൺസിലിംഗ് സേവനം ലഭ്യമാക്കുന്നതിനും വേണ്ടി പഞ്ചായത്ത്, കുടുംബശ്രീ മിഷൻ, സാമൂഹ്യനീതി വകുപ്പ്, വനിതാ ശിശു വികസന വകുപ്പ്, പോലീസ്, എക്സൈസ്, സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ, NCC യൂണിറ്റ്, ജാഗ്രതാ സമിതി, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് സെന്ററുകൾ ആരംഭിച്ചത്. വയോജനങ്ങൾക്ക് വേണ്ടി ആരംഭിക്കുന്ന സെന്റർ പ്രത്യാശ എന്നും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ആരംഭിക്കുന്ന സെന്റർ ദിശ എന്ന പേരിലുമാണ് അറിയപ്പെടുക. ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ സെന്ററുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സമൂഹം എത്ര മുമ്പോട്ട് പോകുമ്പോഴും അവിടെ ദൗർബല്യങ്ങൾ അനുഭവിക്കുന്ന ദുർബലരായ ജനവിഭാഗങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് അവരെ ഒപ്പം നിർത്തി നമ്മോടൊപ്പം മുമ്പോട്ട് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയിലൂടെ മാത്രമേ യഥാർത്ഥത്തിലുള്ള ഒരു സാമൂഹ്യ പുരോഗതി കൈവരിച്ചു അല്ലെങ്കിൽ കൈവരിക്കാൻ പോകുന്നു എന്ന് നമുക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിയുകയുള്ളൂ. വൊസാഡ്, അഫ്രോ തുടങ്ങിയ സന്നദ്ധ സംഘടനകൾ ഇതുമായി സഹകരിക്കും. എല്ലാ ആഴ്ചകളിലും ഒരു ദിവസം മുഴുവൻ കൗൺസിലർ, അഡ്വക്കേറ്റ് എന്നിവരുടെ സേവനം സെന്ററിൽ ഉണ്ടാകും. രാവിലെ 10 മണി മുതൽ 4 മണി വരെയാണ് സെന്ററുകൾ പ്രവർത്തിക്കുക. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻഡ വർഗീസ്, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചുള്ളാമടം, പഞ്ചായത്ത് അംഗങ്ങളായ ഷെർലി ജോസഫ്, ജോസ് തൈച്ചേരിയിൽ, തങ്കമണി പോലീസ് സബ് ഇൻസ്പെക്ടർ സേവിയർ PD, എക്സൈസ് ഇൻസ്പെക്ടർ MP പ്രമോദ്, സെന്റ് തോമസ് HSS ഹെഡ്മാസ്റ്റർ മധു K ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ, NCC ജൂനിയർ വിഭാഗവും കാമാക്ഷി ഗ്രാമപഞ്ചായത്തും തങ്കമണി എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായി ലോക ജലദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി തങ്കമണി ടൗണിന് സമീപമുള്ള തോടും പൊതുജലസ്രോതസ്സുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഹിമാനികളുടെ സംരക്ഷണം എന്നതാണ് 2025 ലോക ജലദിനത്തിന്റെ ആപ്തവാക്യം. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരമാണ് 1992 മുതൽ ലോകമെമ്പാടും മാർച്ച് 22 ജലദിനമായി ആചരിക്കുന്നത്. ലോക ജനതയെ ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുക എന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ജലദിനാചരണത്തിന്റെ ഭാഗമായാണ് തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ, NCC ജൂനിയർ വിഭാഗവും കാമാക്ഷി ഗ്രാമപഞ്ചായത്തും തങ്കമണി എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായി തങ്കമണി ടൗണിന് സമീപമുള്ള തോടും പൊതു ജലസ്രോതസ്സുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. കൂടാതെ NCC കേഡറ്റുകൾ അവരുടെ വീടുകളിലെ കിണറുകളുടെ പരിസരങ്ങളും ശുചീകരിച്ചു. ലോക ജലദിനത്തോടനുബന്ധിച്ച് കാമാക്ഷി ഗ്രാമപഞ്ചായത്തും തങ്കമണി എക്സൈസ് ഓഫീസും സെന്റ് തോമസ് ഹൈസ്കൂളിലെ NCC കേഡറ്റ്സും തങ്കമണി ടൗണിനോട് ചേർന്നുള്ള തോടുകൾ വൃത്തിയാക്കുന്നു. അതോടൊപ്പം തന്നെ NCC കേഡറ്റ്സ് തങ്ങളുടെ വീടുകളിലുള്ള കിണറുകളും തോടുകളും വൃത്തിയാക്കുന്നു. സ്കൂൾ NCC ഓഫീസർ മധു K ജെയിംസ്, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചുള്ളാമടം, ഗ്രാമപഞ്ചായത്ത് അംഗം ഷെർലി ജോസഫ്, എക്സൈസ് ഇൻസ്പെക്ടർ MP പ്രമോദ്, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ ബിനു ജോസഫ്, സിവിൽ എക്സൈസ് ഓഫീസർ ആൽവിൻ ജോസഫ്, NCC കേഡറ്റുകളായ അനുഗ്രഹ ബിജു, ബിയോണാമോൾ ടോജി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലോക ജലദിനത്തിലും ദീർഘശ്വാസം വലിച്ച് കട്ടപ്പനയാർ. ജില്ലയിലെ വാണിജ്യ തലസ്ഥാനത്തിന്റെ നടുവിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ജലരേഖ ആദ്യമായിട്ടാണ് വേനലിന്റെ ആരംഭത്തിൽ തന്നെ വരൾച്ചയിലേക്ക് നീങ്ങിയത്. കട്ടപ്പന നഗരത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന കൈത്തോടുകൾ ഒന്നിച്ചാണ് കട്ടപ്പനയാർ രൂപം കൊള്ളുന്നത്. ഇതിൽ പാറക്കടവ് ഭാഗത്തു നിന്നും ഇടശ്ശേരി ജംഗ്ഷനിൽ നിന്നും ഒഴുകുന്ന കൈത്തോടുകൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. എന്നാൽ ഈ കൈത്തോടുകളിൽ നിന്നും ഒഴുകുന്ന ജലം നഗരത്തിൽ പ്രവേശിക്കുന്നതോടെ അഴുക്ക് ചാലുകളായി മാറുന്നു. പൂർണ്ണമായി മലിനമായ ജലത്തിൽ നിന്നും വലിയ ദുർഗന്ധമാണ് വമിക്കുന്നത്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന്റെ കവാടത്തിലേക്ക് അടക്കം ആളുകൾക്ക് മൂക്കുപൊത്തി മാത്രമേ കടക്കാൻ സാധിക്കൂ. നഗരത്തിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും ഒഴുക്കിവിടുന്ന മലിനജലമാണ് ഇപ്പോൾ കട്ടപ്പനയാറ്റിലേക്ക് എത്തുന്നത്. പൊതുജനങ്ങളുടെ മുഴുവൻ പങ്കാളിത്തമില്ലായ്മ കൊണ്ടും അതുപോലെ തന്നെ നഗരസഭയുടെ കൃത്യമായ ഇടപെടലില്ലാത്തതുകൊണ്ടുമൊക്കെ ഈ ആറ് ഇപ്പോഴും വളരെ ദയനീയം എന്ന് പറഞ്ഞാൽ പോലും അത്യധികം ദയനീയമായ അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടനവധിയായിട്ടുള്ള ബാക്ടീരിയകളുടെ അളവ്, അതുപോലെ തന്നെ വെള്ളം, വളരെ മോശമായ ജലം, ഇതൊക്കെ കൂടെ ഒഴുകി നമ്മൾ ഇടുക്കി ഡാമിലേക്ക് തന്നെയാണ് എത്തപ്പെടുക. ഇടുക്കി ഡാമിലെ മത്സ്യസമ്പത്തിനുൾപ്പെടെ ഇത് വലിയ ഭീഷണിയാവുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം പുഴകളെ, നമ്മളുടെ കട്ടപ്പനയാറ് പോലുള്ള പുഴകളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനമാവണം തീർച്ചയായിട്ടും ഈ ജലദിനത്തിന്, പ്രത്യേകിച്ച് കട്ടപ്പന നഗരസഭ മുന്നോട്ട് വയ്ക്കേണ്ട ഒരു വലിയ ഉദ്യമമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശുചിമുറി മാലിന്യങ്ങളടക്കം ഇതിൽ ഉൾപ്പെടുന്നു.
ജലജന്യ രോഗങ്ങൾക്ക് കാരണമായിട്ടാണ് ഇപ്പോൾ കട്ടപ്പനയാറിന്റെ ഒഴുക്ക്. മുൻകാലങ്ങളിലൊന്നും വേനലിന്റെ ആരംഭത്തിൽ തന്നെ കട്ടപ്പനയാർ വരൾച്ചയിലേക്ക് നീങ്ങിയിരുന്നില്ല. എന്നാൽ മാർച്ച് മാസം അവസാനിക്കാറാകുമ്പോൾ തന്നെ കട്ടപ്പനയാർ വരൾച്ചയിലേക്ക് നീങ്ങുകയാണ്. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് സേനാപതി വാർഡിലെ കർഷകർക്കുള്ള വളത്തിന്റെ വിതരണം നടത്തി. സേനാപതി സാംസ്കാരിക നിലയത്തിൽ നടന്ന വളം വിതരണത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് നിർവഹിച്ചു. 2024-25 വർഷത്തെ കാർഷിക പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കർഷകർക്ക് വളവിതരണം നടത്തിയത്. വാത്തിക്കുടി കൃഷിഭവനും ഗ്രാമപഞ്ചായത്തും ചേർന്ന് നടത്തിയ വളം വിതരണത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് നിർവഹിച്ചു. കാർഷിക പദ്ധതികൾ പൂർത്തീകരണത്തിനായി അതുപോലെ ഈ ജൈവവളത്തിന്റെ വിതരണ പരിപാടികളുമായിട്ട് കുറേയേറെ ദിവസങ്ങളായി കൃഷി ഓഫീസറും സ്റ്റാഫും വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം പഞ്ചായത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അവര് അപ്പാടെ സ്വീകരിച്ചുകൊണ്ട് ഇതിനുവേണ്ടി ഏറെ പ്രയത്നിച്ചു. അവരെ ഈ അവസരത്തിൽ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. സേനാപതി സാംസ്കാരിക നിലയത്തിൽ നടന്ന യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ഷാജി അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോണിയോ ഇബ്രഹാം, ഗ്രാമപഞ്ചായത്ത് അംഗം ഡിക്ലാർക്ക് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, കർഷകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഹൈറേഞ്ചിൽ ഇത് കാപ്പി പൂക്കുന്ന കാലമാണ്. നേരം പുലരുമ്പോഴായിരിക്കും കാപ്പിച്ചെടിയാകെ വെള്ളപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണുക. തണുത്ത കാറ്റിൽ കാപ്പിപ്പൂ മണം ഒഴുകിയെത്തും. വർഷത്തിൽ ഒരിക്കലേ കാപ്പി പൂക്കൂ. ഇത്രമേൽ സംഘടിതമായി പൂക്കുന്ന ചെടികൾ വിരളമാണെന്ന് പഴമക്കാർ പറയുന്നു. മകരത്തിൽ മഞ്ഞു പെയ്യുമ്പോഴോ ശേഷം പുതുമഴ പെയ്തിറങ്ങുമ്പോഴോ ആണ് വെണ്മയുടെ പൂർണ്ണ തേജസ്സോടെ കാപ്പിച്ചെടികൾ പൂവിടുന്നത്. മെറൂൺ നിറത്തിലുള്ള കുഞ്ഞുമൊട്ടുകൾ കാപ്പിച്ചെടിയാകെ നിറയുന്നത് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടില്ല. മൊട്ടിട്ടാൽ 1-2 ദിവസത്തിനുള്ളിൽ പൂക്കൾ ഒന്നാകെ വിരിയും. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാപ്പിപ്പൂ മണവും വെളുപ്പും പടർന്ന പ്രഭാതങ്ങൾ ഹൈറേഞ്ചിലെ ഒട്ടുമിക്കയിടങ്ങളിലും അനുഭവവേദ്യമാണ്. വേനൽ മഴയുടെയും മഞ്ഞിന്റെയും തോതനുസരിച്ചാണ് കാപ്പിച്ചെടികൾ പൂക്കുന്നത്. പുതുമഴ പെയ്ത് കുതിർന്ന മണ്ണിന്റെ മണവും കാപ്പിപ്പൂക്കളുടെ ഗന്ധവും ചേർന്ന പുലരികളെ മത്തുപിടിപ്പിക്കും. പാലപ്പൂവിൻ്റേതുപോലെ മത്തുപിടിപ്പിക്കുന്ന ഒരുതരം ഗന്ധമാണ് കാപ്പിപ്പൂവിൻ്റേതും. 2-3 ദിവസം മാത്രമാണ് പൂവിന് ആയുസ്. വിരിയുന്ന അന്ന് മാത്രമേ വെണ്മയുടെ പൂർണ്ണ തേജസ് പൂക്കൾക്കുണ്ടാകൂ. 2-ാം ദിവസമാകുമ്പോഴേക്കും വാട്ടം തട്ടും. 4-5 ദിവസം കൊണ്ട് കരിഞ്ഞുണങ്ങിപ്പോകും. കാപ്പി പൂത്ത് കരിഞ്ഞുണങ്ങിയാലേ ആ വർഷം നല്ല വിളവുണ്ടാകൂ എന്ന് പഴമക്കാർ പറയുന്നു. കാപ്പി പൂത്തു നിൽക്കുമ്പോൾ മഴ പെയ്യുന്നത് കൃഷിക്ക് നന്നല്ല. മഴ പെയ്ത വെള്ളമിറങ്ങിയാൽ പൂക്കൾ നശിക്കും. ഇത് വിളവ് കുറയാൻ ഇടവരുത്തും. മാർച്ച്-ഏപ്രിൽ മാസത്തോടെ മുഴുവൻ കാപ്പിയും പൂവിട്ട് കഴിയും. പിന്നീട് ആർത്തലച്ചു പെയ്യുന്ന മഴയ്ക്കൊപ്പം കാപ്പിക്കുരു വളരാൻ തുടങ്ങും. ഓരോ ഇടത്തും വർഷത്തിൽ 2-3 ദിവസം മാത്രമേ കാപ്പിപ്പൂവിൻ്റെ മാദക ഗന്ധം നിറഞ്ഞ പുലരികളുണ്ടാകൂ. ആ പുലരികളിലെ സുഗന്ധം അടുത്ത പൂക്കാലം വരെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട.
സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ശാന്തൻപാറ കാർഡമം പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഏലയ്ക്ക ലേല വിവരം. ആകലോട്ട് 73, വിൽപ്പനയ്ക്ക് വന്നത് 11,409, വിൽപ്പന നടന്നത് 11,146. കൂടിയ വില 2,963, ശരാശരി വില 2,551. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 687 രൂപ, ഏലം കൂടിയ വില 2,600, ഏലം ശരാശരി വില 2,400. കാപ്പിപ്പരിപ്പ് 450, ഗ്രാമ്പു 800, കൊക്കോ 140, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,230 രൂപ, വെള്ളി 110. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ ചുങ്കത്ത് നിന്ന് കാണാതായ ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം കണ്ടെത്തിയത് കലയന്താനി ചെത്തിമറ്റത്തെ കാറ്ററിംഗ് ഗോഡൌണിലെ മാൻഹോളിൽ നിന്ന്. ബിജുവിന്റേത് കൊലപാതകമാണെന്ന് പോലീസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം പുതുതായി രൂപീകരിച്ച മേൽനോട്ട സമിതി മുല്ലപ്പെരിയാർ അണക്കെട്ട് സന്ദർശിച്ചു. പുതിയ സമിതി രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ സന്ദർശനമാണ് നടന്നത്. അണക്കെട്ടിൽ പരിശോധന നടത്തിയത് ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അധ്യക്ഷനായ 7-അംഗ സമിതി. വാഗമൺ അന്താരാഷ്ട്ര ടോപ്പ് ലാൻഡിംഗ് ആക്കുറസി കപ്പ് പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. സാഹസിക ടൂറിസത്തിന്റെ ഹബ്ബായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി. വാഗമണിനെ കേരളത്തിലെ പാരാഗ്ലൈഡിംഗ് ഡെസ്റ്റിനേഷനാക്കി മാറ്റുമെന്നും മുഹമ്മദ് റിയാസ്. ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി നിർവഹണത്തെ തടസ്സപ്പെടുത്തിയ വികസന വിരുദ്ധ നിലപാടിനെതിരെ CPM 25-ാം തീയതി ജില്ലയിലെ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ ബഹുജന ധർണ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി CB വർഗീസ്. പദ്ധതി നിർവഹണം പൂർത്തിയാക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇടുക്കിയിൽ നിർമ്മാണ രംഗം പൂർണ്ണ സ്തംഭനത്തിലേക്ക് നീങ്ങുകയാണെന്നും നേതാക്കൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.